ഖലീഫ കുറച്ച് ഉദ്യോഗസ്ഥരുടെ കൂടെ നാട് ചുറ്റാൻ വേണ്ടി ഇറങ്ങിയതാണ്. അങ്ങനെ ചന്തയിലെത്തിയപ്പോൾ അവിടെ കുറേ അടിമകളെ ചെങ്ങലക്കിട്ട് വെച്ചിട്ടുണ്ട്. അവരുടെ അടുത്തേക്ക് ഖലീഫ മെല്ലെ നീങ്ങി അവരോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ കൂട്ടത്തിൽ ഒരു അടിമ ഖലീഫയോട് പറഞ്ഞു, ഓ മനുഷ്യ, നിങ്ങളുടെ തലപ്പാവിൽ കറയുണ്ട്. ഖലീഫ തൻ്റെ തലപ്പാവ് ഊരി നോക്കുമ്പോൾ അതിൽ കറ കാണുന്നുണ്ട്. ഉടനെ ഉദ്യോഗസ്ഥരുടെ നേരെ തിരിഞ്ഞു പറഞ്ഞു, നിങ്ങൾ ഇത്ര പേരുണ്ടായിട്ടും ഒരാൾ പോലും എൻ്റെ തലപ്പാവിൽ കറയുള്ളതായി കണ്ടില്ലേ? എന്തുകൊണ്ട് നിങ്ങൾ പറഞ്ഞില്ല? നിങ്ങൾ പറയാതിരുന്നത് വലിയ തെറ്റാണ്. നിങ്ങൾ എൻ്റെ ശരിക്കുള്ള യഥാർത്ഥ സുഹൃത്തല്ല എന്ന് എനിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. ഒരു സുഹൃത്ത് എന്ന് പറയുന്നത് അൽ മുഅ്മിനു മിർആത്തുൽ മുഅ്മിൻ, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂദാവൂദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസിക്ക് കണ്ണാടിയാണ്. അവൻ്റെ തിന്മകൾ, പോരായ്മകൾ, തെറ്റുകൾ, വീഴ്ചകൾ നേരിട്ട് പറഞ്ഞ് ഉണർത്തി തിരുത്താൻ വേണ്ടി ശ്രമിക്കുന്നവനാണ്. അതുകൊണ്ട് എൻ്റെ യഥാർത്ഥ സുഹൃത്ത് ആ അടിമയാണ്. അദ്ദേഹത്തെ ഖലീഫ വിലക്ക് വാങ്ങി അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ച് തൻ്റെ ഏറ്റവും നല്ല സുഹൃത്താക്കി സ്വീകരിച്ചു. നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരാളുടെ കയ്യിൽ തെറ്റ് കണ്ടാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, നിനക്ക് കൈ കൊണ്ട് തടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ, കഴിയില്ലെങ്കിൽ നാവ് കൊണ്ട് അവനെ ഉപദേശിക്കുക, അതിനും കഴിയില്ലെങ്കിൽ, അതുമില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നീ ആ പ്രവൃത്തിയെ വെറുക്കുകയെങ്കിലും ചെയ്യണം. ആദ്യം പറഞ്ഞത് തൻ്റെ സുഹൃത്താണെങ്കിൽ തീർച്ചയായും അവനെ പിടിച്ചു വെക്കാം, അല്ലെങ്കിൽ അവനോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം. പക്ഷേ ഇവിടെയെല്ലാം ശ്രദ്ധിക്കേണ്ടത്, നാം നമ്മുടെ നാവ് ഉപയോഗിക്കുന്നത്, ഉപദേശിക്കുന്നത് പൊതുജനങ്ങളുടെ ഇടയിൽ വെച്ചോ അല്ലെങ്കിൽ അവൻ്റെ ആളുകളുടെ ഇടയിൽ വെച്ചോ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ചോ ആവാതിരിക്കുക. തനിച്ച് ഒരു ഭാഗത്തേക്ക് വിളിച്ച് ഉള്ള കാര്യങ്ങൾ തുറന്നു പറയുന്നത് കൊണ്ട് ഒരു കുഴപ്പവും ഉണ്ടാവുകയില്ല എന്ന് മാത്രമല്ല, നമ്മോട് അവർക്കുള്ള സ്നേഹം വർദ്ധിക്കുകയാണ് ചെയ്യുക. നമുക്കും അങ്ങനെയുള്ള സുഹൃത്തുക്കളെയാണ് സ്വീകരിക്കേണ്ടത്.